ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ് എങ്ങനെ എഴുതും എന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് ബി സി എക്കും സി എസിനും സപ്ലൈ ഒക്കെ ഉള്ളവർക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ബൂളിയൻ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എങ്ങനെയാണ് ഈ ഒരു 3 ടേം റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ കണക്റ്റീവുകൾ സെൻറ്റൻസായിട്ട് തരുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് ആദ്യം അറിയണം. ഇഫ് ദെൻ വരുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യേണ്ട കണക്റ്റീവ് എന്ന് പറയുന്നത് ഇംപ്ലൈസ് ആണ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് പി ഇംപ്ലൈസ് ക്യൂ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഇഫ് കഴിഞ്ഞ് വരുന്ന ആ ഒരു പാർട്ട് പി നെയിം ചെയ്യുക, ദെൻ കഴിഞ്ഞ് വരുന്ന പാർട്ട് ക്യൂ നെയിം ചെയ്യുക, ഇഫ് ദെന്നിന് പകരമായിട്ട് ഇംപ്ലൈസ് കൊടുക്കുക. ഇനി കോൺവേഴ്സ് ആണ് എഴുതേണ്ടതെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്യൂ ഇംപ്ലൈസ് പി എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതാണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ക്യൂ ഇംപ്ലൈസ് പി. കോൺട്രാപോസിറ്റീവ് ആണെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും നെഗേഷനും കൊടുക്കണം. അതായത് കോൺവേഴ്സിലാണ് നെഗേഷൻസ് അപ്ലൈ ചെയ്യുക കേട്ടോ, കോൺട്രാപോസിറ്റീവ്. ഇൻവേഴ്സ് ആണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പി ഇംപ്ലൈസ് ക്യൂ ആയിരുന്നല്ലോ, അതിൽ രണ്ടിലും നെഗേഷൻസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ആ സെൻറ്റൻസ് തിരിച്ചെഴുതുക. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്നത് ഇഫ് ഐ സ്റ്റഡി ഹാർഡ് ദെൻ ഐ ഷാൾ സക്സീഡ് എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞു ഇഫ് ദെന്നാ വരുന്നത്, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ നമുക്കറിയാം ഇംപ്ലൈസ് ആണ്. അപ്പോൾ ഐ സ്റ്റഡി ഹാർഡിന് പി എന്ന് നെയിം ചെയ്തു, ഐ ഷാൾ സക്സീഡിന് ക്യൂ എന്ന് നെയിം ചെയ്തു. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? പി ഇംപ്ലൈസ് ക്യൂ എന്ന് എഴുതാം അല്ലേ. ഇവിടെ ഉണ്ട്. ദെൻ നമുക്കൊരു കോൺവേഴ്സ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺവേഴ്സ് എഴുതാനായിട്ട് എന്ത് ചെയ്താൽ മതി? അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂവിനെ ജസ്റ്റ് തിരിച്ചിട്ടാൽ മതി അല്ലേ. കോൺവേഴ്സ് ജസ്റ്റ് തിരിച്ചിട്ടാൽ മതി, ക്യൂ ഇംപ്ലൈസ് പി. അപ്പോൾ എങ്ങനെയാണ് വരിക? ക്യൂ ഇംപ്ലൈസ് പി, അതായത് ക്യൂ ഫസ്റ്റ് വരിക, ഐ ഷാൾ സക്സീഡ് എന്നുള്ളത് ഫസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് ഇഫ് ഐ ഷാൾ സക്സീഡ് ദെൻ ഐ സ്റ്റഡി ഹാർഡ്. കോൺവേഴ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നെഗേഷൻസ് രണ്ടിനും നെഗറ്റീവ്സ് കൊടുത്തിട്ട് നെഗറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റിന് നോട്ട് അപ്ലൈ ചെയ്യുക, നോട്ട് ഉള്ള സ്റ്റേറ്റ്മെൻറ്റിന് നോട്ട് മാറ്റിയാൽ മതി. ഓക്കെ, ദെൻ കോൺട്രാപോസിറ്റീവും ഇൻവേഴ്സും ഇതുപോലെ എഴുതുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഓൾറെഡി ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, വേണ്ടവരത് നോക്കുക. വീഡിയോ സെഷനിലോ പ്ലേലിസ്റ്റിലോ കയറി നോക്കുക. താങ്ക് യു.